പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ തലവാചകം ഞാൻ ഇന്ന് വായിക്കാൻ പോവുകയാണ്. അതിങ്ങനെയാണ്: KSU ക്യാമ്പിൽ കൂട്ടത്തല്ല്, 2 പേർക്ക് പരിക്ക്. കാട്ടാക്കടയിൽ നിന്നുള്ള വാർത്തയാണ്. വാട്സാപ്പ് ഗ്രൂപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് KSU തെക്കൻ മേഖല നേതൃത്വ പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ല്. ക്യാമ്പ് അംഗങ്ങൾ ഇരുവിഭാഗങ്ങളായി ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റായ 2 പേർക്ക് പരിക്ക്. നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത്, പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ സുജിത്തിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഡ്മിനെ ചൊല്ലിയുണ്ടായ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമായതെന്നും ക്യാമ്പിൽ ഗുരുതര അച്ചടക്ക ലംഘനം നടന്നുവെന്നും സംഭവത്തെക്കുറിച്ച് KPCC നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടുപിടിച്ചു. പ്രാദേശിക റിപ്പോർട്ട് KPCC പ്രസിഡന്റിന് കൈമാറി. നെയ്യാർ ഡാം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ 3 ദിവസമായി നടന്ന ക്യാമ്പിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച രാത്രിയാണ് സംഘർഷം. 10:30 DJ പാർട്ടിയുടെ ഭാഗമായി നാടൻ പാട്ട് നടക്കവേ പ്രവർത്തകർ നൃത്തം ചെയ്യുന്നതിനിടെ അഭിജിത്തും KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ക്യാമ്പ് അംഗങ്ങൾ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു. സംഘർഷത്തിനിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജനാല ചില്ല് കൈകൊണ്ട് ഇടിച്ച് തകർത്തതിനെ തുടർന്നാണ് സുജിത്തിന് പരിക്കേറ്റത്. ക്യാമ്പ് അംഗങ്ങളിൽ പലരും മദ്യപിച്ചിരുന്നതായി ഇരുവിഭാഗവും ആരോപിച്ചു. അപ്പോൾ ഇതാണ് ആ വാർത്ത. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ നടപടി നടത്തിയ അല്ലെങ്കിൽ DJ പാർട്ടി നടത്തി തമ്മിലടിച്ച് തലതല്ലി കീറിയ അല്ലെങ്കിൽ മദ്യപിച്ച് മതോന്മത്തരായി അന്യോന്യം തല്ലിത്തകർത്ത ഈ KSUവിൻ്റെ നേതാക്കന്മാരെ കന്നുകാലിത്തൊഴുത്തിൽ കെട്ടിയിട്ട് ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിക്കണം എന്നാണ്. അതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാൻ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ഈ പിണറായി സർക്കാരിൻ്റെ കീഴിൽ പൂത്ത് ചീഞ്ഞു നാറി പുഴുവരിച്ചൊരു വിദ്യാഭ്യാസ മേഖലയല്ലേ ഇന്ന് നിലവിലുള്ളത്? എത്രയോ സംഭവങ്ങൾ, വൈസ് ചാൻസലർമാരുടെ നിയമനം മുതൽ, വ്യാജരേഖ മുതൽ, തമ്മിലടി മുതൽ, മാർക്ക് തട്ടിപ്പ് മുതൽ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും പൂത്തു നാറിയ ഒരു വിദ്യാഭ്യാസ മേഖല ഉണ്ടായിരിക്കുകയില്ല. അത്രയേറെ അഴുകി നശിച്ച ഒരു വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ഉള്ളപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയിലെ ജീർണതയ്ക്കെതിരെ തീവ്രമായിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുക്കേണ്ട, അല്ലെങ്കിൽ ആ സമരങ്ങളിൽ പങ്കെടുത്ത് വിദ്യാർത്ഥി സമൂഹത്തെ ആകെ ഈ പിണറായി സർക്കാരിൻ്റെ തെറ്റായ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കെതിരെ അണിനിരത്താൻ ബാധ്യതയുള്ള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള KSUവിൻ്റെ നേതാക്കന്മാർ എന്താ ചെയ്യുന്നത്? ഒരു സമരം പോലും അവർ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സമര മുഖത്ത് പോലും അവരെ കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ക്യാമ്പ് നടക്കുമ്പോൾ മദ്യപിച്ച് മതോന്മത്തരായി തമ്മിലടിക്കുകയും ചില്ല് അടിച്ച് ഹോളിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്ന ഏറ്റവും നാണം കെട്ട ഒരു പ്രവർത്തനം. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIയുടെ അതിക്രമവും ക്രിമിനൽ വൽക്കരണവും അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയല്ലേ. അങ്ങനെ ആ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അതിനെതിരെ സമരമുഖങ്ങൾ തുറക്കേണ്ട ഈ വിദ്യാർത്ഥി സംഘടന തമ്മിലടിക്കുക. DJ പാർട്ടി നടത്തുന്നു, ആലോചിച്ച് നോക്കണം. DJ പാർട്ടി നടത്തുന്നു, തമ്മിലടിക്കുന്നു, ആലോചിച്ച് നോക്കും. നമ്മളൊരല്പം ചരിത്രം പുറകോട്ട് ചിന്തിച്ചാൽ കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസിലെ സമുന്നതരായി നിൽക്കുന്ന ഒട്ടേറെ നേതാക്കന്മാർ അവർ KSUവിൽ കൂടിയാണ് വളർന്നു വന്നത്. AK ആന്റണി മുതൽ, വയലാർ രവി മുതൽ, ഉമ്മൻചാണ്ടി മുതൽ, VM സുധീരൻ മുതൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ എത്രയെത്ര നേതാക്കന്മാർ, KC ജോസഫ് ഉൾപ്പെടെയുള്ള എത്രയെത്ര നേതാക്കന്മാർ, ഏറ്റവും അവസാനം PT തോമസിനെ പോലുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ KSUവിൽ നിന്ന് വളർന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരായി വളർന്ന ഒരു ചരിത്രമാണ് കേരളത്തിൽ കോൺഗ്രസിലുള്ളത്. ബെന്നി ബെഹനാൻ, എത്രയോ പേർ. അങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം. ആ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന ഇന്ന് പിണറായി സർക്കാരിനെതിരെ സമരമുഖം തുറക്കുന്നതിന് പകരം ക്യാമ്പുകളിൽ തമ്മിത്തല്ലുന്നു, DJ പാർട്ടി നടത്തുന്നു, മദ്യപിച്ച് മതോന്മത്തരാകുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഇവന്മാരെ കന്നുകാലി തൊഴുത്തിൽ കെട്ടിയിട്ട് ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിക്കുകയാണ് ഇവർ വേണ്ടത്. യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്?
യഥാർത്ഥത്തിൽ ഈ കെ എസ് യുവിൻ്റെ ഈ സംഘടനാ സംവിധാനം അപ്പാടെ നേതൃത്വം അപ്പാടെ പിരിച്ചുവിടുകയല്ലേ സംസ്ഥാന നേതൃത്വം ചെയ്യേണ്ടത്. പക്ഷേ സംസ്ഥാന നേതൃത്വം അത് ചെയ്യാൻ കഴിയുമോ? കാരണം എന്താണ്? ഏറ്റവും ഡിഫങ്ക്ഡായ, ഏറ്റവും കാര്യക്ഷമതയില്ലാത്ത, കാൽ കാശിന് കൊള്ളാത്ത ഒരു സംസ്ഥാന നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനുള്ളപ്പോൾ ഇതൊക്കെ താഴെത്തട്ടിൽ നടക്കുന്നതിനകത്ത് നമുക്ക് എന്ത് കുറ്റമാണ് സുഹൃത്തുക്കളെ പറയാൻ പറ്റുക? 2.5 വർഷക്കാലമായി പിണറായി സർക്കാരിനെതിരെ മുരടനക്കാൻ പോലും കഴിയാത്ത ഒരു വരിയുടയ്ക്കപ്പെട്ട കോൺഗ്രസ് നേതൃത്വം കേരളത്തിലുള്ളപ്പോൾ ഇത് നടക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കെ സുധാകരൻ എത്രയേറെ ആവേശത്തോടു കൂടിയാണ് അയാളെ കോൺഗ്രസ്സുകാർ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന 2.5 വർഷങ്ങൾക്ക് മുമ്പ്. എന്തെങ്കിലും ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരം മാത്രം. കെ പി സി പ്രസിഡന്റായതിനെ തുടർന്ന് അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നല്ല സമയം രോഗാതുരനായിരുന്നു അയാളാണ് കെ പി സിയുടെ പ്രസിഡന്റ്. പുനഃസംഘടന 2.5 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു മടുത്തു, ഇനി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്ത ജീർണിച്ച ഒരു കോൺഗ്രസ് ഒരു നേതൃത്വം കോൺഗ്രസിന് സംസ്ഥാന തലത്തിലുള്ളപ്പോൾ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയാകുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ജനങ്ങളുടെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും ഒരു ഗതികേടെന്ന് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ. ഈ വിദ്യാർത്ഥി നേതൃത്വത്തെ അപ്പാടെ തൂത്തെറിയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യാനുള്ള കഴിവില്ലാത്ത, വരിയുടക്കപ്പെട്ട ഒരു സംസ്ഥാന നേതൃത്വം കേരളത്തിലുള്ളപ്പോൾ ഈ ജീർണിച്ച കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ ഇനിയും തുടരും. അവരിനിയും ക്യാമ്പ് നടത്തും, അവരിനിയും DJ പാർട്ടി നടത്തും, അവരിനിയും മദ്യപിച്ച് മതോന്മത്തരായി തമ്മിൽ തല്ലി തലകീറും. അത് കണ്ടുകൊണ്ട് ഇരിക്കുക എന്നുള്ളൊരു ദയനീയ അവസ്ഥ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും ഉള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്.